Hi all, magic morning. Magic morning. Magic morning. Okay. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വെനസ്ഡേ ആണ്. നോർമലി പ്രവീണ മാമിന്റെ സെഷൻ അല്ലെ, മാം വീഡിയോ ഓൺ ചെയ്ത് റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളും വീഡിയോ ഓൺ ചെയ്തിട്ട് മുന്നോട്ട് വരിക. സോ മൈൻഡ് സ്റ്റോമിംഗ് ആണ് ഇന്ന് മാമിന്റെ സെഷൻ വരുന്നത്. നല്ലൊരു സെഷൻ തന്നെ ആയിരിക്കും എന്നുള്ളൊരു എല്ലാ സെഷനും നല്ല സെഷൻ തന്നെയാണ്. സോ എന്നാലും ഇത് നമുക്ക് അതിൽ നിന്ന് പഠിക്കാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങളായിരിക്കണം അല്ലെ. നമുക്ക് നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഓരോ ട്രെയിനേഴ്സും ഇതിലെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത്. അപ്പം ഇന്ന് മൈൻഡ് സ്റ്റോമിങ്ങിനെ കുറിച്ച് മാം നമ്മുടെ സെഷൻ എടുക്കാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. സോ ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. പ്രവീണ മാം, പ്ലീസ് വെൽക്കം. മാം മ്യൂട്ട് ആണ്. ഗുഡ് മോർണിംഗ് മുഫീദ, കേൾക്കാലോ അല്ലേ? യെസ് മാം. ഓക്കെ, ഗുഡ് മോർണിംഗ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം. ഇന്നൊരു കൊടുങ്കാറ്റ് പോലെ നമ്മുടെ ഇടയിലേക്ക് വരുന്ന ഒരു സൂപ്പർ ടെക്നിക്കാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത്. മൈൻഡ് സ്റ്റോം അല്ലെ, ഒരു കൊടുങ്കാറ്റ് പോലെ നമ്മുടെ മുന്നിൽ വരുന്ന അവസരങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്താനുള്ള ഏറ്റവും നല്ലൊരു വേ ഓഫ് മെത്തേഡാണ്. ഒരു ക്രിയേറ്റീവ് പവർഫുൾ ക്രിയേറ്റീവ് തിങ്കിങ് എക്സസൈസ് ആണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പൊ ഈ എക്സസൈസ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പകർത്തുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എത്ര പേർക്ക് വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുന്നു അത്രയും പേര് മാക്സിമം വീഡിയോ ഓൺ ചെയ്യുക. ഇത് കൂടുതൽ നന്നായിട്ട് ചെയ്യാനുള്ള ഒരു ശ്രമത്തിലേക്ക് വരാൻ കൂടി വേണ്ടിയിട്ടാണ്. വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുന്നവരെല്ലാവരും തന്നെ വീഡിയോ ഓൺ ചെയ്ത് മുന്നോട്ട് വരിക. ഓക്കെ, അപ്പൊ മൈൻഡ് സ്റ്റോം അല്ലെ, ഞാൻ പറഞ്ഞു സ്റ്റോം എന്ന് പറയുമ്പോൾ ഒരു കൊടുങ്കാറ്റാണ്. ഒരു കൊടുങ്കാറ്റ് പോലെ നമ്മുടെ മുന്നിലേക്ക് വരുന്ന അവസരങ്ങൾക്ക് ഒരു കൊടുങ്കാറ്റ് പോലെ തന്നെ അതിനൊരു പരിഹാരം, ഒരു സൊല്യൂഷൻ കണ്ടെത്താനുള്ള ഒരു വണ്ടർഫുൾ പവർഫുൾ ടെക്നിക്കാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിന് മുന്നേ ഞാൻ ഇപ്പൊ വീഡിയോ ഓൺ ചെയ്തിരിക്കുന്ന 4 പേരുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഉണ്ണികൃഷ്ണ സാറോട് ഒരു കാര്യം ചോദിക്കാം. ഉണ്ണികൃഷ്ണ സാർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാം. ഓക്കെ, സാറിന്റെ മുന്നിൽ ഇപ്പൊ ഒരു അവസരം വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രശ്നം വന്ന് നിൽക്കുന്നുണ്ട്. ഈ ഒരു അവസരത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ, ഈ ഒരു സാഹചര്യം അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നത്തിന് ഏത് രീതിയിലാണ് സാധാരണയായിട്ട് ഉണ്ണികൃഷ്ണ സാർ ഒരു പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കാറെന്ന് പറയാമോ? സിമ്പിൾ ആയിട്ട് എങ്ങനെ എന്ത് ചെയ്യും? അതിനെ ആദ്യം കുറിച്ചൊന്ന് മനസ്സിലാക്കും. അതിന് ശേഷം ഏറ്റവും അനുയോജ്യമായ ഒരു തീരുമാനം എടുക്കും. അതിന് ഏകദേശം എത്ര സമയം എടുക്കും? ആക്ച്വലി ഒരു 1 hour. ഓക്കെ, ശരി. അതായത് നമ്മൾ അവിടെ ഒരു പ്രശ്നം നമ്മുടെ മുന്നിൽ വരുമ്പോൾ നമ്മൾ കുറച്ചേരം സമയം കൊടുക്കാൻ തയ്യാറാവുന്നുണ്ടല്ലേ. നമ്മളൊരു 1 hour സമയം കൊടുക്കുന്നുണ്ട്. അതായത് ആ സമയത്ത് ഉണ്ണികൃഷ്ണ സാധാരണ ചെയ്യുന്നത് ആ പ്രശ്നത്തെ കുറിച്ച് ഒന്ന് ആലോചിക്കും, വിലയിരുത്തും, പിന്നെ അതിന് എന്ത് ചെയ്യണം എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരിക്കും അല്ലെ. സാധാരണ അങ്ങനെയല്ലേ നമ്മൾ എല്ലാവരും ചെയ്യാം. നമ്മൾ ചിലപ്പോൾ ആലോചിച്ചിട്ടായിരിക്കും നമ്മൾ നല്ലൊരു മെന്ററെ കണ്ടെത്തുന്നത്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരോട് ചോദിക്കും, നമ്മുടെ ഫ്രണ്ട്സിനോട് ചോദിക്കും, അതല്ലെങ്കിൽ നമ്മൾ തന്നെ ചിന്തിച്ചൊരു പരിഹാരം ഉണ്ടാക്കും. പക്ഷെ ഇതിൽ നിന്നൊക്കെ നമ്മൾ ചൂസ് ചെയ്യുന്നത് കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട്, കുറച്ചും കൂടി നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു രീതിയിലേക്കുള്ള ഒരു സെലക്ഷന് വേണ്ടിയിട്ട് ഒരു മെത്തേഡ്, ഒരു പവർഫുൾ ക്രിയേറ്റീവ് തിങ്കിങ് എക്സസൈസ് ആണ് ഞാൻ എന്നോട് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത്. ഞാനും ഇത് പഠിച്ചിട്ട് കുറച്ച് നാളുകളായിട്ടുള്ളൂ. കുഞ്ഞു കാര്യത്തിന്, വളരെ ചെറിയൊരു കാര്യത്തിന് ഞാനിത് അപ്ലൈ ചെയ്യാൻ ഒരു ശ്രമം നടത്തിയപ്പോഴാണ് ഇതിന്റെ ഒരു അത്ഭുതം എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു മിറാക്കിൾ സംഭവിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. ഒരു കുഞ്ഞു കാര്യത്തിന് ഞാൻ ഇതിനു വേണ്ടി വളരെ കുറച്ച് സമയം ഒന്ന് ചിലവഴിച്ചപ്പോൾ എന്റെ മുന്നിലേക്ക് പുതിയ 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 വഴികൾ കടന്നു വരുന്നതായിട്ട്, അത് ഇനിയും കൂടുതൽ മെച്ചപ്പെടുത്താൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നൊരു ചിന്തയിലേക്ക് ഞാൻ വന്നുകൊണ്ടേയിരിക്കുന്നത് എനിക്ക് മനസ്സിലായി. അതിന് ഈ എക്സസൈസിന് ആവശ്യമുള്ളത് വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമാണ്. ഒരു പെണ്ണ് വേണം, ഒരു പേപ്പർ വേണം, പിന്നെ നമുക്ക്
ഒരു കുറച്ച് സമയം ഇപ്പൊ ഉന്മേഷ് പറഞ്ഞതുപോലെ ഒരു 1 hour എടുത്തു അല്ലെങ്കിൽ 1 hour എടുക്കും എന്ന് പറയും. ഇവിടെ ചിലപ്പോൾ ഒരു ഫ്യൂ മിനിറ്റ്സ് മതിയാകും എന്നാണ് ഈ പവർഫുൾ ക്രിയേറ്റിംഗ് തിങ്കിങ് എക്സസൈസ് നമ്മളോട് പറയുന്നത്. അപ്പൊ എങ്ങനെയൊക്കെയാണ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നത്? ഇതിനൊരു 3 സ്റ്റെപ്പുകളാണ്. ഈ 3 സ്റ്റെപ്പുകളിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ പറഞ്ഞ എന്തിനും തയ്യാറാവുക എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. ഒന്നാമത്തെ സ്റ്റെപ്പിൽ പറയുന്നത് ടേക്ക് എ ഷീറ്റ് ഓഫ് പേപ്പർ. ഇത് ഒരു ഷീറ്റ് ഓഫ് പേപ്പർ നിങ്ങളുടെ കയ്യിൽ കരുതുക. പിന്നെ നിങ്ങൾക്ക് എന്താണോ, എന്ത് ഗോളാണോ അച്ചീവ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്ത് അഹ്, ഒരു പ്രോബ്ലത്തിനാണോ നിങ്ങൾക്ക് സൊല്യൂഷൻ കാണേണ്ടത്, അതിനെ വ്യക്തമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെ ആ പേപ്പറിന്റെ മുകളിലായിട്ട് ഒന്ന് എഴുതുക. ഒരു ക്വസ്റ്റ്യൻ പോലെ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എങ്ങനെയാണ് ഞാൻ ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തേണ്ടത്? അതായത് എനിക്ക് നാളെ ഇന്ന സ്ഥലത്തേക്ക് യാത്ര പോകണം. അപ്പൊ നോക്കുമ്പോൾ നല്ല മഴയാണ്. അപ്പൊ അത് നമ്മുടെ മുന്നിൽ പ്രശ്നം തന്നെയാണ് എന്ന് വിചാരിക്കുക. അപ്പൊ എങ്ങനെയാണ് നാളെ മഴയായാലും ഞാൻ ഇന്ന സ്ഥലത്തേക്ക് പോകേണ്ടത്, അല്ലെങ്കിൽ കൃത്യസമയത്ത് എനിക്ക് രാവിലെ നേരത്തെ പോകണം. അപ്പൊ 5 മണിക്ക് ബസ്സുള്ളൂ. പക്ഷെ 5 മണിക്ക് ബസ്സിൽ പോയാൽ ഞാൻ അവിടെ കൃത്യസമയത്തിന് എത്തില്ല. അപ്പൊ അതിലും നേരത്തെ എനിക്ക് പോകണം. അപ്പൊ അതിന്റെ മുന്നിൽ ഒരുപാട് നമ്മൾ ആലോചിച്ച് ചിന്തിച്ചു കൂട്ടും. അപ്പൊ പറയുന്നത് ഒരു കുഞ്ഞു പേപ്പർ എടുത്തിട്ട് എനിക്ക് എങ്ങനെയാണ് ആ സ്ഥലത്ത്, അപ്പൊ ഏറ്റവും സുരക്ഷിതമായിട്ട് എനിക്ക് അവിടെ എത്താൻ കഴിയണം. അപ്പൊ ആ ഒരു സിറ്റുവേഷനെ വ്യക്തമായിട്ട് ഒരു ചോദ്യം പോലെ, ഞാൻ എങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ച ഈ സ്ഥലത്ത് സുരക്ഷിതമായി എനിക്ക് എത്താൻ കഴിയുക എന്ന് വ്യക്തമായിട്ട് എഴുതണം എന്ന് പറയും. ചോദ്യം പോലെ, ഹൗ ക്യാൻ ഐ, എങ്ങനെ, എന്ത് എന്നുള്ളതല്ല, എങ്ങനെ സുരക്ഷിതമായി ഞാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എനിക്ക് കൃത്യസമയത്തിന് എത്താനാകും എന്നുള്ളതിനെ കുറിച്ച് ആ ചോദ്യം വ്യക്തമായിട്ട് എഴുതുക എന്ന് പറയും. ഇനി അടുത്തതിലേക്കാണ് നമ്മൾ വ്യക്തമായിട്ടുള്ള നമ്മുടെ പണി വരുന്നത്. എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ തന്നെ നമ്മളെ ഫോഴ്സ് ചെയ്യാൻ, ഫോഴ്സ് യുവർ സെൽഫ് ടു റൈറ്റ് 20 ആൻസേഴ്സ് ടു ദാറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയും. അപ്പൊ നമ്മളൊരു പ്രോബ്ലം എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾ ചെലവഴിക്കേണ്ടത് ഏതാനും മിനിറ്റുകൾ അല്ലെങ്കിൽ ഏതാനും സെക്കൻഡുകൾ മാത്രമേ വേണ്ടൂ എന്നാ പറയുന്നത്. ആ ചോദ്യത്തിന് നമ്മൾ തന്നെ 20 ഉത്തരങ്ങൾ എഴുതുക എന്ന്. മിനിമം ആണ് കേട്ടോ. മിനിമം 20 ഉത്തരം അതിൽ എഴുതുക. ഇപ്പൊ ഞാൻ രാവിലെ 5 മണിക്ക് എനിക്ക് ഇവിടുന്ന് വീട്ടിൽ സ്റ്റാർട്ട് ചെയ്യണം എങ്കിലും എനിക്ക് അവിടെ എത്തുള്ളൂ. ഇപ്പൊ രാവിലെ എഴുന്നേറ്റാൽ അപ്പൊ ഒരു 4 മണിക്ക് ഞാൻ എഴുന്നേറ്റ് റെഡിയായി 5 മണിക്ക് എനിക്കൊരു ഓട്ടോ വിളിക്കാം, ഒരു സൊല്യൂഷൻ വന്നു. അതല്ലെങ്കിൽ രണ്ടാമതായിട്ട് എനിക്ക് എന്റെ കൂട്ടുകാരനോട് റിക്വസ്റ്റ് ചെയ്യാം, എന്നെ ഒന്ന് ബസ് സ്റ്റോപ്പിൽ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തൊന്ന് എത്തിച്ചു തരുമോ. അതല്ലെങ്കിൽ നമുക്ക് മറ്റു വഴികൾ തേടാൻ വേണമെങ്കിൽ, അതിന്റെ 2 ദിവസം മുന്നെയാണ് ഈ എക്സസൈസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ആ സ്ഥലത്ത് എവിടെയെങ്കിലും, അപ്പൊ നമുക്ക് നമ്മൾ എഴുതി 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 വരുമ്പോ കൂടുതൽ മെച്ചപ്പെട്ട ആൻസേഴ്സിലേക്ക് വരുമെന്ന്. അപ്പൊ നമ്മളൊരിക്കലും ഒരു സ്ഥലത്ത് പോകാൻ 20 ഉത്തരങ്ങളൊക്കെ വേണ്ടി വരും. ഞാനും വിചാരിച്ചു കേട്ടോ, എനിക്കൊരു കുഞ്ഞു കാര്യത്തിന് എനിക്കൊരു സ്ഥലത്തേക്ക് ഒരു മീറ്റിങ്ങിന് പോകണമായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു 20 ആൻസേഴ്സ് ഒക്കെ ഇങ്ങനെ എഴുതുക. എഴുതി തുടങ്ങിയപ്പോഴാണ് സത്യം പറഞ്ഞാൽ 20 അല്ല, അതിൽ കൂടുതൽ സൊല്യൂഷൻസ് നമ്മൾ എഴുതിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഒരു അത്ഭുതമാണ്. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത്, അപ്പൊ ഞാൻ എഴുതി രാവിലെ ഇത്ര മണിക്ക്, അപ്പൊ ഞാൻ എഴുതി തുടങ്ങിയപ്പോ എന്റെ മനസ്സിൽ ഈ സമയത്ത് ഇറങ്ങിയാൽ ഇപ്പോഴത്തെ റോഡ് പണികളും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ എനിക്ക് കൃത്യസമയത്തിന് അവിടെ എത്താൻ സാധിക്കും. ചോദ്യങ്ങൾ വീണ്ടും വീണ്ടും വന്നു. അപ്പൊ 8 മണിക്ക് ഇറങ്ങണം എന്നുള്ളത് ഞാൻ 7:30-ക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു. 7:30-ക്ക് ഇറങ്ങാൻ ഞാൻ 7:30-ക്ക് ഇറങ്ങുന്നു. അപ്പൊ 7:30-ക്ക് ഇറങ്ങണമെങ്കിൽ ഞാൻ എന്തെല്ലാം ചെയ്തു വെക്കണം എന്നുള്ള കാര്യത്തിലേക്ക് എന്റെ ഉള്ളിലേക്ക് കുറെ 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 സൊല്യൂഷൻസ് വന്നതിന് മുന്നിൽ ഞാൻ ചെയ്യേണ്ടതായിട്ടുള്ള, മുൻകൂറായിട്ട് ചെയ്യേണ്ടതായിട്ട് ഒരുപാട് കാര്യങ്ങൾ എന്റെ മനസ്സിലേക്ക്. അപ്പൊ ഇവിടെ പറയുന്നത്, നിങ്ങൾ ഒരു പ്രശ്നത്തെ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനെ നേരിടാൻ ഒരു അവസരം വന്നുവെങ്കിൽ അതിന് ആദ്യം വേണ്ടത് ഒന്ന് കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ഇരിക്കുക. ഒരു പേപ്പർ എടുത്ത് മിനിമം 20 ആൻസർ എഴുതണം എന്നാണ് പറയുന്നത്. ഇത് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ കുട്ടികൾക്കോ നിങ്ങളുടെ വീട്ടിലുള്ള ആർക്കെങ്കിലും ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ ഓർത്ത് വല്ലാതെ ടെൻഷൻ ആവുന്ന വ്യക്തികൾക്ക് എപ്പോഴും എഴുത്തിന് അത്രയും വലിയ ശക്തിയാണെന്നാണ് പറയുന്നത്. ശരിയല്ലേ? മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ ഫീലിങ്സ് നമുക്ക് എഴുതി നമുക്ക് സോൾവ് ചെയ്യാം. നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മൾക്ക് എന്തെങ്കിലും നേടണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഉള്ളിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ പരിഹാരം വേണമെങ്കിൽ ഈശ്വരന്, ഒരു ഗോഡിന് പോലും ഒരു ലെറ്റർ എഴുതി നമുക്ക് സൂക്ഷിക്കാം എന്ന് വരെ പറഞ്ഞു. അപ്പൊ എഴുത്തിന് അത്രയും വലിയ കരുത്താണ്. പണ്ട് എഴുതി പഠിക്കണം എന്ന് സ്കൂളിൽ പറയാറുണ്ട് അല്ലെ? അതെന്തുകൊണ്ടാണ്? എഴുതി പഠിക്കുമ്പോൾ നമ്മൾ ക്ലാരിറ്റിയിലേക്ക്, നമ്മുടെ കോൺഷ്യസ് മൈൻഡിലേക്ക് അതിന് വ്യക്തമായിട്ട് എഴുതി ചേർക്കാൻ കഴിയുന്ന ഒരു ടെക്നിക്കാണ്.
ഇവിടെയും നമ്മളുടെ ഒരു സോൾവ് ചെയ്യേണ്ട പ്രോബ്ലത്തെ നമ്മൾ എഴുതുകയാണ്. ഹൗ ഞാൻ ഇത് എങ്ങനെ പരിഹരിക്കും എന്നിട്ട് അതിന് നമ്മൾ തന്നെ 20ഓളം ആൻസേഴ്സ്, മിനിമം 20ഓളം ആൻസേഴ്സ് എഴുതുക എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ 20ഓളം ആൻസേഴ്സ് എഴുതി എന്ന് കഴിയുക, 20 ഉത്തരം ഞാൻ കണ്ടെത്തി, എനിക്കൊരു സ്ഥലത്തേക്ക് ഇന്നൊരു കാര്യത്തിൽ പ്രശ്നങ്ങൾ പരിഹാരം കാണും. ഇനി ഒരിക്കൽ എഴുതി കഴിഞ്ഞാൽ 20 മിനിമം എന്ന് പറഞ്ഞ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ ആ ലിസ്റ്റിലൂടെ വെറുതെ ഒന്ന് കണ്ണോടിക്കുക, അല്ലെങ്കിൽ അതൊന്ന് വായിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഏതാണോ ഓക്കെ എന്ന് തോന്നുന്നത് ചൂസ് ചെയ്യുക ആസ് പോസിബിൾ. അപ്പൊ 20 എഴുതി അത് വായിച്ചു അപ്ലൈ ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചു നോക്കൂ. ഞാൻ ഒരു എക്സസൈസിന് ശ്രമിച്ചു നോക്കി, ഞാൻ തന്നെ അത്ഭുതത്തോടു കൂടി നോക്കി കണ്ടു ഈ ഒരു ടെക്നിക്കിന്. കാരണം ഒരു കുഞ്ഞു കാര്യത്തിന് കൃത്യമായിട്ട് അവിടെ എത്തണം എന്നുള്ള ഒരു സൊല്യൂഷൻ ഞാൻ എഴുതി തുടങ്ങിയപ്പോൾ 20 എങ്ങനെ എഴുതും, അത്രയും ചെറിയ പ്രോബ്ലം അല്ലേ എന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷെ എഴുതി തുടങ്ങിയപ്പോൾ 20 കൂടുതൽ ഞാൻ തന്നെ എഴുതി, അത് ആദ്യത്തെ എഴുതി, അത് വീണ്ടും ഒന്ന് കറക്റ്റ് ചെയ്തു, മൂന്നാമത്തെ അത് വീണ്ടും ഒന്ന് കറക്റ്റ് ചെയ്തു. അപ്പൊ എനിക്ക് തോന്നി അത് ഇന്നയാളെ വിളിച്ച് പറയാം. അങ്ങനെ ഒരു സൊല്യൂഷൻസ് വന്നുകൊണ്ടേയിരിക്കുക. അതിൽ പിന്നെ വായിച്ചു കഴിഞ്ഞപ്പോൾ അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ചൂസ് ചെയ്തു. ഓക്കെ, ഇന്ന സ്ഥലത്ത് അവിടെ എത്തണം, അതിന് മുന്നേ ഇന്ന കാര്യങ്ങൾ ചെയ്യണം. അത് ചെയ്ത് കഴിഞ്ഞപ്പോഴുള്ള ആ ഒരു സൊല്യൂഷൻ, അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലത്തിന് ഇന്ന രീതിയിൽ ഞാനത് വർക്ക്ഔട്ട് ചെയ്തപ്പോൾ അന്നത്തെ ആ ഒരു പ്രോഗ്രാം വളരെ ഭംഗിയായിട്ട് എനിക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത്. ഇത് നിങ്ങൾക്ക് കുട്ടികൾക്ക് പോലും പറഞ്ഞു കൊടുക്കാം. അവരൊരു പ്രശ്നം, ഒരു എക്സാമിന് പേടിക്കുന്നുണ്ടെങ്കിൽ മിനിമം അതെങ്ങനെ ഫേസ് ചെയ്യണം എന്നുള്ളത് അവരോട് പിന്നെ 20 ആൻസർ ആയിട്ട് എഴുതാം. അപ്പൊ അവർക്ക് തന്നെ തോന്നും, ഇത് ഞാൻ 20 പ്രാവശ്യം എഴുതുമ്പോഴേക്കും അവരുടെ മനസ്സിലൊരു തോന്നൽ വരും, പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എവിടെ മുതൽ പഠിച്ചു തുടങ്ങണം, എന്ന് മുതൽ ഇത് സ്റ്റാർട്ട് ചെയ്യണം. ഇത് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കത് അഡ്വൈസ് ആയിട്ടാണ് തോന്നുന്നത്. പക്ഷെ അവര് സ്വന്തമായിട്ട് ഇരുന്ന് എഴുതി കണ്ടെത്തുമ്പോൾ അവർക്ക് അതിൽ അവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ സാധാരണ അഡ്വൈസ് ചെയ്യുമ്പോൾ നമ്മളുടെ വേ ഓഫ് തിങ്കിങ്ങിൽ വെച്ചിട്ടാണ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഒരു വ്യക്തിക്ക് അത് സ്വീകരിക്കാൻ സാധിക്കാത്തത്. കാരണം അവരുടെ ചിന്ത മറ്റൊന്നാണ്. നമ്മൾ അഡ്വൈസ് ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയാനുള്ള കാരണം എന്താ? അത് നമ്മുടെ വേ ഓഫ് തിങ്കിങ്ങിൽ നിന്ന് വരുന്ന ഒരു സജഷനാണ്. പക്ഷെ ഒരാൾ സ്വയം എടുക്കുന്നത് അയാളുടെ ചിന്താ തലത്തിൽ നിന്നും ആലോചിച്ചെടുത്ത തീരുമാനമാണ്. രണ്ടും രണ്ടാണ്. അതുകൊണ്ടാണ് ഒരു വ്യക്തികൾക്കും അഡ്വൈസ് വലിയ താല്പര്യമില്ലാത്തത്. അങ്ങനെ താല്പര്യമില്ലാത്ത വ്യക്തികൾക്ക് അവരുടെ പ്രോബ്ലത്തിന്, അല്ലെങ്കിൽ അവർ കടന്നു പോകുന്ന അവർക്ക് ഒരു സൊല്യൂഷൻ കണ്ടെത്തണമെങ്കിൽ അവരെ ഇത്തരത്തിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു എക്സസൈസ് ആണ്. കൂട്ടുകാർക്കാണെങ്കിലും അവർ ചിലപ്പോൾ ഒരു ബാങ്ക് ലോണിനെ കുറിച്ചായിരിക്കും, ഒരു വീടിനെ കുറിച്ചായിരിക്കും അവർ ആലോചിച്ച് ടെൻഷൻ അടിക്കും. ഞാനും എന്റെ ഒരു എനിക്ക് ആവശ്യമുള്ള ഒരു ഗോളിലേക്ക് ഈ ടെക്നിക്ക് അപ്ലൈ ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. കാരണം ഒരു കുഞ്ഞു ഗോളിന് വേണ്ടി ഞാനിത് അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് അതിന്റെ മാജിക്കും മിറാക്കിളും ഫീൽ ചെയ്യാൻ തുടങ്ങി. നിങ്ങളും ധൈര്യമായിട്ട് ഈ സ്റ്റോം, അതായത് ഒരു കൊടുങ്കാറ്റ് പോലെ നമ്മുടെ മുന്നിലേക്ക് അതെങ്ങനെ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാം എന്നുള്ള സൊല്യൂഷൻസ് ആണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ അത് എഴുതിക്കഴിഞ്ഞാൽ അത് ചൂസ് ചെയ്ത് ഏറ്റവും ബെസ്റ്റ് സെലക്ട് ചെയ്ത് അത് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുക എന്ന് പറയും. എത്രത്തോളം ഫാസ്റ്റ് ആവും, അത് അവിടെ എഴുതി വെച്ചത് കൊണ്ട് നമുക്ക് സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയില്ല. അതിൽ ചൂസ് ചെയ്തതിന് ഏറ്റവും അടുത്ത നെക്സ്റ്റ് മൊമെന്റ് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുക. അത് കൂടുതൽ നമുക്കത് ഭംഗിയാക്കാനും കൂടുതൽ ഐഡിയാസ് നമ്മളിലേക്ക് ഇനിയുള്ള എക്സസൈസുകളിലേക്ക് വരാനും നമ്മളെ ഏറെ സഹായിക്കും എന്നുള്ളത് തീർച്ചയാണ്. എന്തായാലും ഒരു എക്സസൈസ് എഴുതിയപ്പോൾ തന്നെ ഇതിന്റെ ഒരു മാജിക് ചെയ്യാൻ പറ്റിയത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏവർക്കും നിങ്ങൾ കടന്നു പോകുന്ന അവസരങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട്, വളരെ കാമൻ ക്വയറ്റ് ആയതോടുകൂടി ഏറ്റവും നല്ല രീതിയിൽ അതിന്റെ സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഐ ബ്ലെസ് യു ഓൾ, ഐ താങ്ക് യു ഓൾ ആൻഡ് ഐ ലവ് യു ഓൾ. ഗുഡ് ഡേ. താങ്ക് യു മാം.
ഓക്കെ, ഇത് ബ്രേക്ക് ആവുന്നുണ്ടോ? പറഞ്ഞ പോലെ പെട്ടെന്ന് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള കേൾക്കാം കേൾക്കാം, പറഞ്ഞു. ഹലോ. ഓക്കെ. അപ്പോ ഇനി നിങ്ങൾക്ക് ഫീഡ്ബാക്ക് പറയാനുള്ള സമയമാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കായിട്ട് ഹാൻഡ് റൈസ് ചെയ്യാം, അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാം. ഈ പേര് വിളിക്കണോ നിങ്ങളെ? പറഞ്ഞോളൂ, ഫീഡ്ബാക്ക് പറഞ്ഞോളൂ. വിൻസെന്റ് സർ. വിൻസെന്റ് സർ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാമോ? ഓക്കെ. ഷീല മാം. ഓക്കെ, മാജിക് മോർണിംഗ് ടു ഓൾ. പ്രവീണ മാം, നമസ്കാരം. തീർച്ചയായിട്ടും മാം പറഞ്ഞത് നല്ലൊരു പോയിന്റ് ആണ്. കാരണം എന്നാന്ന് ചോദിച്ചാൽ നമുക്ക് ഏതെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായാൽ അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ എഴുതി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിന് കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ടാവും. പക്ഷെ എനിക്ക് തോന്നുന്നു മാം പറഞ്ഞു കഴിഞ്ഞിട്ടത് എന്തായാലും പ്രാക്ടീസ് നമ്മൾ ചെയ്യണം, ചെയ്താൽ നന്നായിരിക്കും. പക്ഷെ നമ്മളൊരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ഒരു പ്രശ്നം വരുമ്പോഴത്തേക്കും അത് എഴുതാനോ പിടിക്കാനോ ഒക്കെ പോകുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും പലർക്കും. പക്ഷെ എഴുതാറുണ്ട് നമ്മള്. ഇപ്പം ഞാനാണേലും ഇപ്പൊ കഴിഞ്ഞ ദിവസം, കാര്യം പറഞ്ഞാൽ 2 ആഴ്ച കഴിഞ്ഞാണ് ഒരു ഹോസ്പിറ്റലിന്റെ ഒരു കേസ് വരുന്നതെങ്കിലും ഞാൻ അതൊന്ന് എഴുതി നോക്കി, എന്താ മറന്നു പോകാതെ. അതത്ര എല്ലാ കാര്യങ്ങളും എഴുതി വെക്കുകയൊക്കെ ചെയ്തു. കാരണം പോകുമ്പോഴത്തേക്കും ഒന്നും വിട്ടു പോകണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് കാര്യങ്ങൾ നമ്മൾ എഴുതി വെക്കുമ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ട്. അത് തന്നെയല്ലേ നമുക്കൊരു പീസ് ഓഫ് മൈൻഡ് ഉണ്ടാവും തീർച്ചയായിട്ടും. പക്ഷെ വലിയൊരു പ്രോബ്ലം ഒക്കെ വരുമ്പോഴത്തേക്കും എഴുതുവാണെങ്കിൽ നല്ലതാണ്. പക്ഷെ അത് എത്രമാത്രം പ്രാക്ടിക്കലി ആൾക്കാർ ചെയ്യും എന്നുള്ളതാണ് വിഷയം. അതൊരു പ്രോബ്ലമാണ്. തീർച്ചയായിട്ടും മാം പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും ചെയ്തു നോക്കുവാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടാവും. പിന്നെന്താണ്, നമ്മുടെ സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും. ഈ പറഞ്ഞതുപോലെ സമാധാനത്തോടു കൂടി നമുക്ക് ഇറങ്ങി പോകാൻ പറ്റും. കൃത്യസമയത്ത് ചെല്ലാൻ പറ്റും. ഇതൊക്കെ വളരെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണെന്നാണ് മാം എനിക്ക് മനസ്സിലായത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. വെൽക്കം ശ്രീരാമൻ. ശ്രീരാമൻ പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഒരു കാര്യം വരുമ്പോൾ, ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ഒരിക്കലും ഒരു കാമൻ ആയിട്ട് ഒരു എഴുത്തിലേക്ക് പോകില്ല എന്നുള്ള ഒരു വളരെ പ്രധാന അല്ലെങ്കിൽ അർത്ഥവത്തായിട്ടുള്ള ഒരു സത്യമാണ് ശ്രീരാമൻ പറഞ്ഞത്. കാരണം ഇപ്പോഴത്തെയാണ് നമ്മുടെ മനസ്സിനെ നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത്. നമ്മൾ ഓരോരുത്തരും സാധാരണ വരുമ്പോൾ എന്താണ്, ഒരു പ്രശ്നം വരുമ്പോൾ അയ്യോ എന്ന് പറഞ്ഞ് കുറെ ബഹളം ഉണ്ടാക്കും, അല്ലെങ്കിൽ കുറെ ആളോടൊക്കെ വിളിച്ചു പറയും. ഈ നമ്മളുടെയൊക്കെ ശീലം, നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് എന്നുള്ളത് മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ളത് നമ്മുടെ വലിയൊരു എന്താ വിജയമായിട്ടാണ് നമ്മൾ കരുതുന്നത്. അല്ലെങ്കിൽ അതൊരു ഒരാളുടെ അടുത്ത് നിന്ന് ഒരു സഹായം കിട്ടുക എന്നുള്ളത് നമ്മളുടെ ഒരു എന്താ പറയാ അവകാശമാണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പലപ്പോഴും പെരുമാറുന്നത്. പക്ഷെ നമ്മൾ ഓരോരുത്തരും നമ്മൾ വരുന്നത് വളരെ കാമായിട്ട് നമ്മൾ പീസ്ഫുൾ മൈൻഡോട് കൂടി സൈലന്റ് ആയിട്ട് അതിനെ പരിഹരിക്കുമ്പോൾ നമ്മുടെ ഇന്നർ സ്ട്രെങ്ത് ആണ് കൂടുന്നത്, നമ്മുടെ പവറാണ് കൂടുന്നത്. ഇത് ഓരോ കുഞ്ഞു കാര്യത്തിന് പോലും അപ്ലൈ ചെയ്ത് തുടങ്ങിയാല് പിന്നെ വരുന്ന ഏത് കാര്യങ്ങൾക്കും എഴുതുന്നതിന്റെ മുന്നേ നമ്മുടെ മുന്നിലേക്ക് സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളിലേക്ക് വളരെ അത്ഭുതങ്ങളായിട്ട് കാണിച്ചു തരും എന്നൂടി പറയുന്നുണ്ട്. കാരണം ഇത് എഴുതി 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 തുടങ്ങുമ്പോൾ ഇതൊരു ശീലമാണ്. പിന്നെ അത് എഴുതുന്നത് പോലെ തന്നെ നമ്മുടെ മൈൻഡ് വർക്ക്ഔട്ട് ചെയ്ത് തുടങ്ങുന്നതാണ്. അതാണ് ഇതൊരു മൈൻഡ് സ്റ്റോമിങ് എക്സസൈസ് എന്ന് പറയുന്നത്. ഈ ബ്രെയിൻ സ്റ്റോമിങ് എക്സസൈസ് നമ്മൾ കേട്ടിട്ടുണ്ട്. കൈയോടകൾ കൊണ്ട് നമ്മൾ ആക്ടിവിറ്റി, ബ്രെയിൻ സ്റ്റോമിങ് എക്സസൈസ് നമ്മൾ പലരും കേട്ടിട്ടുണ്ടാവും. അങ്ങനെ ബ്രെയിൻ സ്റ്റോമിങ് എക്സസൈസ് എന്തിനാണ്? നമ്മൾ ബ്രെയിനിനെ ആക്ടിവേറ്റ് ചെയ്ത് നിർത്താനാണ്. അപ്പൊ മൈൻഡ് സ്റ്റോമിങ്ങും അതെ, ഓരോ കാര്യങ്ങളും വരുമ്പോൾ നമുക്ക് എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ നമ്മൾ നേരിടുന്നുണ്ട് തീർച്ചയായിട്ടും.
ഓരോ നിമിഷത്തിലും നമ്മൾ മാനസികമായിട്ട് അതിന്റെ ബുദ്ധിമുട്ടോടുകൂടി കാണുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ നമ്മുടെ മൈൻഡിനെ ഒരു കൊടുങ്കാറ്റ് പോലെ അതിനെ സ്വീകരിച്ച് അതിനുള്ള സൊല്യൂഷനിലേക്ക് പെട്ടെന്ന് നിമിഷങ്ങൾക്കുള്ളിൽ കണ്ടെത്താൻ ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ടുപോകും. ശീലം പറഞ്ഞതുപോലെ ഇത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇതിന് സമയം കണ്ടെത്തുക എന്നുള്ളത് മറ്റുള്ളത് കാര്യം. കാരണം ആവശ്യം നമ്മളുടേതാണെങ്കിൽ അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ ഇറങ്ങിത്തിരിച്ചേ പറ്റൂ. കാരണം അവിടെ ഇറങ്ങിത്തിരിക്കുന്നെങ്കിൽ അത് ഇംപ്ലിമെന്റ് പറയുന്നുണ്ട്, എഴുതി വെച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല. അതില് ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നിടത്തെ നമുക്ക് അതിലേക്ക് കൂടുതൽ ഐഡിയാസ് കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു. അപ്പൊ ഇത് കുഞ്ഞു കാര്യം, വലിയ പ്രോബ്ലം ഒന്നായിട്ട് നിങ്ങൾ എടുക്കണ്ട. ഏറ്റവും കുഞ്ഞു കാര്യങ്ങൾക്ക് ഒരു സൊല്യൂഷൻ വേണമെങ്കിൽ അതിന് ഇരുന്ന് ഒരു ആദ്യമൊക്കെ ഇരുന്ന് കുറച്ച് സമയം വേണ്ടി വരും. പിന്നീട് അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തി തുടങ്ങുമ്പോൾ നമുക്കത് എളുപ്പം സാധിക്കാൻ പറ്റും എന്ന് തന്നെയാണ് ഞാനും കരുതുന്നത്. കാരണം ഞാൻ തുടങ്ങിയിട്ടുള്ളത് പഠിച്ചപ്പോ ഒന്ന് ചെയ്തപ്പോൾ എനിക്ക് അതിന്റെ മാജിക്ക് മനസ്സിലായി. പക്ഷെ പറഞ്ഞതുപോലെ ഇത്തിരി സമയം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് തീർച്ചയായിട്ടും സാധിക്കും. താങ്ക് യു ശ്രീലൻ. താങ്ക് യു ഷില മാം. Good morning, Pravina. കവിത പറഞ്ഞോളൂ. മാം തികച്ചും നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഞാനത് എനിക്ക് ഇന്നലെ ഒരു അനുഭവം ഉണ്ടായി. അത് ഞാൻ കറക്റ്റ് സമയത്ത് തന്നെ മാമിന്റെ ക്ലാസ് എനിക്ക് കിട്ടിയത്. എനിക്ക് ഇന്നലെ ഒരു ജോലി സ്ഥലത്ത് ഇതുപോലൊരു സംഭവം ഉണ്ടായി. അപ്പൊ ഞാനതിങ്ങനെ ആലോചിച്ചു, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് മാമിന്റെ ക്ലാസ് കിട്ടിയത്. ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കാന്ന് വിചാരിക്കുകയാണ്. താങ്ക് യു മാം. കവിത കണ്ടോ, ഓപ്പൺ ആയിട്ട് പറഞ്ഞതിൽ ഒരു കാര്യം ഉണ്ടായി. അതിന് ആലോചിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ടെൻഷനാണ്. ഉടനെ ചിന്തിക്കും ഇത് നടക്കുമോ. ഇതിനെ നമ്മൾ മനസ്സിനെ ഫ്രീ ആക്കി വിട്ടിട്ട് എഴുതുകയാണ്. അപ്പൊ അവിടെ നടക്കുമെന്നുള്ള ചിന്തയില്ല. സൊല്യൂഷൻസ് എഴുതുന്നു, അതിൽ ഏറ്റവും ബെസ്റ്റ് ചൂസ് ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്യും. തീർച്ചയായിട്ടും കവിതയ്ക്ക് അതിന് സൊല്യൂഷൻ കണ്ടെത്താൻ എത്രയും പെട്ടെന്ന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സവിത മാം. മേഘ മാം. മാജിക് മോർണിംഗ്. ഇവിടെ കറണ്ട് ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തേക്കുന്നത്. മാം, ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്, നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിങ്ങനെ എഴുതി വെച്ചിട്ട് അതങ്ങ് വിട്ട് കളയുക, കുറെ കഴിയുമ്പോൾ ഉത്തരങ്ങൾ തനിയെ മനസ്സിൽ വന്നോളൂന്ന്. പക്ഷേ ഇപ്പോഴാണ് ഞാനത് ഉത്തരങ്ങൾ കൂടി നമ്മൾ എഴുതണമെന്നുള്ള ഒന്ന് മാമിൽ നിന്ന് അറിഞ്ഞത്. ഞാനങ്ങനെ ചില പ്രശ്നങ്ങളെല്ലാം ഞാനിങ്ങനെ എഴുതി വെച്ചിട്ട് പിന്നീട് ഇങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഉത്തരം കിട്ടാറുണ്ട്. പക്ഷെ ഇതൊരു നല്ല ഐഡിയ ആയിട്ട് തോന്നുന്നു, സ്വയം ഉത്തരം കണ്ടുപിടിക്കാൻ നമ്മൾ എഴുതുക. ചിലപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ വല്ലാത്ത പ്രശ്നങ്ങൾ വരുമ്പോൾ അത് എഴുതി വെച്ചിട്ട് രാത്രി കിടക്കും. കുറെ കഴിയുമ്പോൾ രാത്രി ഉറക്കം വരില്ല, പക്ഷെ ഉത്തരങ്ങൾ എന്തെങ്കിലുമൊക്കെ വന്ന് രാവിലെ ആകുമ്പോൾ അതിനൊരു നമുക്കൊരു സൊല്യൂഷൻ കിട്ടാറുണ്ട്. നല്ലൊരു മെത്തേഡായി തോന്നുന്നു. താങ്ക് യു മാം. താങ്ക് യു മേഘ മാം. ഇങ്ങനൊരു കാര്യം ഷെയർ ചെയ്തിരുന്നു. ശരിയാണ്, ഒരു പ്രശ്നം വരുമ്പോൾ അത് എഴുതി വെക്കുക, അതിനെ വിട്ട് കളയുക. ഓക്കെ, അത് ശരിയാണ്. പക്ഷെ അവിടെ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ കേട്ടിട്ടില്ലേ, നമുക്ക് എന്തെങ്കിലും നമ്മൾ വായിച്ചു പഠിക്കുന്നവരുണ്ട്, എഴുതി പഠിക്കുന്നവർ. ഇത് രണ്ടും ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷെ എഴുതി പഠിക്കുന്നവർക്ക് ഈ സമയപരിധിക്കുള്ളിൽ ഏറ്റവും പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ഇംപ്ലിമെന്റ് അല്ലെങ്കിൽ അതൊരു പരീക്ഷ പേപ്പറിൽ എഴുതാൻ സാധിക്കും. കാരണം നമ്മളൊക്കെ എക്സ്പീരിയൻസ് ചെയ്താണ്. വായിച്ചു പഠിക്കുമ്പോൾ കുറെയൊക്കെ നമ്മൾ മറന്നുപോകും. അങ്ങനെ ഒരു പ്രശ്നം വരുന്നു. പക്ഷെ ഇവിടെയും അതെ, നമ്മളെ പവർഫുൾ ആക്കാനുള്ള ടെക്നീക്കാണിത്. മറ്റേത് നമ്മൾ യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുകയാണ്. അപ്പൊ വിട്ടുകൊടുക്കുമ്പോൾ അവിടുന്ന് എന്താണോ നമ്മുടെ മുന്നിലേക്ക് തെളിഞ്ഞു വരുന്നത് അതിനെ നമ്മൾ സ്വീകരിച്ച് അതിന് തയ്യാറായിട്ട് നമ്മൾ ഇറങ്ങുകയാണ്. ഇവിടെ എന്ന് പറയുന്നത് അതും ശരിയാണ്, ഇതും ശരി. ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ തന്നെ യൂണിവേഴ്സായി, നമ്മൾ തന്നെ അതിന് സൊല്യൂഷൻ കണ്ടെത്തി അതിലേറ്റവും നമുക്ക് ഇഷ്ടപ്പെട്ടത് നമ്മൾ ചൂസ് ചെയ്ത് നമ്മൾ അതിനെ ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് മുന്നോട്ട് വരികയാണ്. അപ്പൊ അതിന്റെ മുന്നിൽ വീണ്ടും ചിലപ്പോൾ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിനെ പോലും വീണ്ടും ഇത്തരത്തിൽ പരിഹരിക്കാനുള്ള ഒരു ശ്രമം നടത്തുകയാണ്. രണ്ടും ശരിയാണ്. ഇവിടെ സൈക്കോളജിയിൽ പറഞ്ഞതുപോലെ നത്തിങ് ഈസ് ബാഡ്, നത്തിങ് ഈസ് ഗുഡ്. അപ്പൊ നമുക്ക് വേണ്ടത് നമ്മളെ പവർഫുൾ ആക്കുക. അതുകൊണ്ടാണ് ഇത് പവർഫുൾ ക്രിയേറ്റിംഗ് തിങ്കിങ് ടെക്നിക് എന്ന് പറയുന്നത്.
മറ്റേത് ആലോചിച്ച് ഫ്രീ ആക്കി വിടുകയാണ്. നമ്മൾ എന്ത് ചെയ്യാണ്? അതിനെ അങ്ങ് വിട്ടു കൊടുക്കുകയാണ്, പിന്നെ വരുന്നതിന് സ്വീകരിക്കുകയാണ്. ഇവിടെ നമ്മൾ അതിന് ഇനിഷ്യേറ്റീവ് എടുത്ത് ഇത്തിരി സമയം കണ്ടെത്തി നമ്മൾ തന്നെ ചൂസ് ചെയ്ത് അതിലേക്ക് നമ്മൾ തന്നെ റെസ്പോൺസിബിൾ ആയിട്ട് അങ്ങ് ഇറങ്ങിത്തിരിക്കുകയാണ്. രണ്ടും രണ്ടാണ്. ഓക്കെ, പക്ഷെ രണ്ടും നല്ലതാണ്. നിങ്ങൾക്ക് ഏതാണോ ഇതിൽ ചൂസ് ചെയ്യാൻ എളുപ്പം എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് വെച്ചാൽ അത് ചൂസ് ചെയ്യും. എന്തായാലും ശ്രമിച്ചു നോക്കാം നമുക്ക് എല്ലാവരും. താങ്ക് യു മാഡം. Okay, thank you, Megha ma'am and Pravina ma'am. Divya ma'am. ഹലോ, മജിക് മോർണിംഗ് മാം. പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ്. നല്ലൊരു ക്ലാസ് ആയിരുന്നു. എന്താ പറയാ, എന്നത്തെയും പോലെ തന്നെ നല്ലൊരു ക്ലാസ്. അപ്പോ നമ്മളുടെ പ്രോബ്ലംസിന് അതിന്റെ സൊല്യൂഷൻസ് കണ്ടെത്തുന്നതോടൊപ്പം തന്നെ ഒരു ചെറിയ ചെറിയ പ്രോബ്ലംസ് ആണെങ്കിൽ പോലും നമ്മൾ വലിയൊരു കാര്യമായിട്ട് മനസ്സിൽ കൊണ്ട് നടക്കുകയും നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് പറയുകയും ചെയ്യുന്നതിന് പകരം അത് നമ്മൾ എഴുതി വെച്ചുകൊണ്ട് അതിൽ നിന്ന് നമ്മളൊരു സൊല്യൂഷൻസ് കണ്ടെത്തുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞതിൽ നിന്ന് എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത്. അപ്പോൾ നമ്മൾ വലിയൊരു പ്രോബ്ലം ആണെങ്കിൽ പോലും അതിനെ വളരെ നോർമലായിട്ട് കൊണ്ടുവന്ന് അതിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് അതിൽ നിന്ന് സൊല്യൂഷൻസ് കണ്ടെത്തുക എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ചില സമയങ്ങളിലുണ്ടല്ലോ, നമുക്ക് വലിയ വലിയ പ്രോബ്ലംസ് വരുമ്പോൾ നമ്മളത് എല്ലാവരോടും പറയും. നമ്മൾ അയ്യോ അങ്ങനെയാണ്, എനിക്ക് അങ്ങനെ സംഭവിച്ചു. അല്ലാതെ നമ്മൾ അതിൽ നിന്ന് സൊല്യൂഷൻസ് കണ്ടെത്താനല്ല നോക്കുന്നത്. അപ്പോ അഗർ നമ്മള് വേറെ ആൾക്കാരോട് പറയുമ്പോൾ അവര് 10 സൊല്യൂഷൻസ് നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരും. പക്ഷെ നമുക്ക് തന്നെ കൺഫ്യൂസ്ഡ് ആവും, എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടാത്തത് എന്നുള്ള ഒരു കാര്യം വരും. അപ്പോ മാം ഇന്ന് പറഞ്ഞു തന്ന ക്ലാസ് വളരെ മനോഹരമായി. താങ്ക് യു. ഞാനും ഇനി തുടങ്ങി ഇങ്ങനെ ചെയ്തു നോക്കും. താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു ദിവ്യ. ദിവ്യ പറഞ്ഞ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചോ? നമ്മൾ ഒരാളോട് ഒരു പ്രശ്നം പറയുമ്പോൾ അവർ ഒരുപാട് സൊല്യൂഷൻസ് പറഞ്ഞു തരും. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഒരു സൊല്യൂഷൻസ് മറ്റുള്ളവർ പറഞ്ഞു തരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ വേ ഓഫ് തിങ്കിങ്, അവരെങ്ങനെയാണോ ചിന്തിക്കുന്നത് ആ രീതിയിലാണ് അവർ നമുക്ക് ഒരു സൊല്യൂഷൻ പറയുന്നത്. അത് സ്വീകരിക്കേണ്ട എന്നൊന്നുമല്ല അവിടെ പറയുന്നത്. അത് കേട്ട് കഴിഞ്ഞാൽ എന്റെ ഭാഗത്ത് നിന്ന്, എന്റെ വേ ഓഫ് തിങ്കിങ്ങിൽ നിന്ന് ചിന്തിച്ച് എനിക്കത് സാധിക്കുമോ, ഇത്തരത്തിൽ പോയാൽ എന്നെ കുറിച്ച് ഇത്തരത്തിൽ ഒരു ചിന്താഗതിയിലേക്ക് നമ്മൾ എത്തും. അതുകൊണ്ടാണ് ഇത് എഴുതി നമ്മൾ സൊല്യൂഷൻ കണ്ടെത്തണം, മിനിമം 20 എണ്ണം എഴുതണം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ വേ ഓഫ് തിങ്കിങ് ബെറ്റർ ആവും. നമ്മുടെ തിങ്കിങ് ബെറ്റർ ആകുമ്പോൾ നമ്മളൊരു പവർഫുൾ വ്യക്തിയായിട്ട് മാറും എന്നുകൂടിയാണ് ഇതിലൂടെ നമുക്ക് പരീക്ഷ അറിയാൻ പറ്റുന്നത്. താങ്ക് യു ദിവ്യ. താങ്ക് യു. കാരണം ഓരോരുത്തരും ഇതുകൊണ്ടാണ് നിങ്ങൾ ഗ്രൂപ്പിൽ വന്നിട്ട് ഷെയർ ചെയ്യണമെന്ന് പറയുന്നത്. ഓരോരുത്തരും ഷെയർ ചെയ്യുമ്പോൾ അതിൽ കണ്ടോ അവരുടെ വേ ഓഫ് തിങ്കിങ്ങിലൂടെ വരുന്ന ഓരോ കാര്യങ്ങളും പറയുന്നത്. അത് പറയുമ്പോൾ നമുക്ക് കൂടി കൂടുതൽ അറിവുകൾ കിട്ടുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് നിങ്ങൾ എന്താണോ ഇതിൽ നേടിയെടുത്തത് അത് ഇവിടെ ഷെയർ ചെയ്യണം എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം. സിന്ധു മാം പറഞ്ഞോളൂ. ഞാനേ കുറച്ചു നേരം ഇങ്ങനെ വോയിസ് ബ്രേക്ക് ആയിട്ട് തോന്നിയപ്പോ എനിക്ക് തോന്നി ചിലപ്പോ എന്റെ വീഡിയോ ഓൺ ആയതുകൊണ്ടായിരിക്കും. ഇപ്പൊ ഞാൻ വീഡിയോ ഒന്ന് ഓഫ് ആക്കി വെച്ചു. പിന്നെ അതല്ല, ഹസ്ബൻഡിന് 7 മണിക്ക് പണിക്കൊണ്ട് കാരണം ചായയും കടി ആവേണ്ടതുണ്ടായിരുന്നു. അപ്പൊ ഒക്കെ കൂടി ആയിട്ടൊന്ന് ഓഫ് ആക്കിയതാ. മാമിന്റെ ക്ലാസ് ഞാൻ കേട്ട് എന്താ പറയണ്ടേ, ഞാന് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ അന്നൊന്നും പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നൊന്നും അറിയില്ല. പക്ഷെ ഞാൻ എന്റെ ജീവിത കഥകൾ ഒരു കുറെ പേജുകളിലേക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ എഴുതി കഴിഞ്ഞപ്പോ മനസ്സിന് ഭയങ്കര ഒരു സമാധാനമൊക്കെ ഫീൽ ചെയ്ത്. അത് എങ്ങനെയാണോന്ന് അറിയില്ല, എഴുതണം തോന്നി എഴുതി. പക്ഷെ നല്ലൊരു സ്വസ്ഥതയും സമാധാനമൊക്കെ കിട്ടി അന്ന്. കുറെ പകർത്തി ഒരാളോട് പറയണേക്കാൾ നല്ലത് നമ്മളൊരു പേപ്പറിലേക്ക് ഷെയർ ചെയ്യുമ്പോ നമുക്ക് ഒരുപാട് സൊല്യൂഷൻ ആണെന്ന് കിട്ടും. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ നമ്മളിപ്പോ എന്ത് കാര്യത്തിനാണോ നമ്മള് പ്രയാസപ്പെടുന്ന വെച്ചെങ്കിൽ നമ്മള് അതിനൊരു പോംവഴി ഇപ്പൊ 20 എണ്ണം ഒന്നല്ല, ചിലപ്പോ 50 എണ്ണം എഴുതാൻ പറ്റിയെന്ന് വരും. അതിന് നല്ലൊരു ഓപ്ഷൻ നോക്കി നമുക്ക് ചൂസ് ചെയ്ത് എടുക്കാൻ പറ്റും എന്നുള്ളതാണ്.
ചിലപ്പോ 20 എണ്ണവും നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റില്ല. അതിൽ 1 2 കാര്യം നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റും. അപ്പൊ അത് നല്ലൊരു പോംവഴിയായിട്ട് എനിക്കും തോന്നിയത്. നല്ലൊരു ക്ലാസ് ആയിരുന്നു മാം. ഇത്രയും അറിവുകൾ ഈ ബിമേജിക്ക് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. കാരണം ഒരു ദിവസത്തെ നമ്മുടെ എനർജി, ഞാൻ എപ്പോഴും പറയാറില്ല നമ്മുടെ ഒരു എനർജി ഡ്രിങ്ക് ആണ് ഇത് എന്നുള്ളത്. ഇപ്പൊ ഈ ഒരു ക്ലാസ് കേൾക്കാഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു ഇറിറ്റേഷൻ പോലെയാണ്. എന്നും ഇത് കിട്ടിയിട്ടേ. പിന്നെ നിങ്ങളെ പോലുള്ള വലിയ വലിയ വ്യക്തികളുടെ അടുത്തുനിന്ന് കിട്ടുന്ന ഓരോ ഉപദേശങ്ങളും അത് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു വെളിച്ചമായിട്ടാണ് മാറുന്നത്. അതിന് എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവണില്ല മാം. ഒത്തിരി താങ്ക്സ് ഉണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു സിന്ധു മാം. സിന്ധു മാം പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഞാനും ഇതുപോലെ എന്റെ ജീവിത കഥകൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ 20 എണ്ണം അല്ല കണ്ടോ, ഞാൻ മിനിമം 20 എന്നേ പറഞ്ഞുള്ളൂ. അതിൽ 50 എണ്ണം വരെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. മാജിക് മോർണിംഗ് പ്രവീണ മാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഒരു ഐ ഓപ്പണിംഗ് ആണ്. ഞാനത് ചെയ്തിട്ടില്ല. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കി, അത് സക്സസ് ആയിട്ടുണ്ട്. പക്ഷെ അതിന്റെ മൂല്യം ഇപ്പോഴാണ് അതിനെ കുറിച്ച് ഏറ്റവും ഫലവത്തായി കണ്ടത്. നല്ലൊരു ക്ലാസ് ആയിരുന്നു. വളരെ നന്ദി. താങ്ക് യു. താങ്ക് യു ഉണ്ണീസ്. കണ്ടോ, ഉണ്ണീസ് പറഞ്ഞതും അതാണ്. ഞാൻ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ല. ഇതൊരു പുതിയൊരു അറിവാണ് നമുക്കും. അതെ, എനിക്കൊരു പുതിയ അറിവായിരുന്നു. എന്തായാലും ശ്രമിച്ചു നോക്കാം. താങ്ക് യു. ഓക്കെ, താങ്ക് യു സിന്ധു മാം, ഉണ്ണികൃഷ്ണൻ സാർ. അപ്പൊ ഇനി ആർക്കെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടായിരുന്നോ? മണി സർ. മാജിക് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നല്ലൊരു സെഷൻ ആയിരുന്നു. നല്ലൊരു ടെക്നിക്കാണ്. നല്ല ഒരു നമ്മളെ മൈൻഡ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളെ ഈ പ്രോബ്ലം അല്ലെങ്കിൽ ഒരു ഗോള് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ശരി, അതിൽ ഒരു 10-20 ആൻസേഴ്സ് നമ്മൾ എഴുതി കഴിഞ്ഞാൽ, സാധാരണ രീതിയിൽ നമ്മളൊക്കെ ചിന്തിക്കാറാണ് ചെയ്യുക, എഴുതലില്ല. അപ്പം ഒരു ഗോള് അച്ചീവ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനോ പോകുന്ന സമയത്ത് എന്തൊക്കെ മാർഗങ്ങൾ ഏതൊക്കെ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ ആലോചിച്ചിട്ട് ചെയ്യാൻ കഴിയും. അപ്പൊ അതിൽ കൂടുതൽ ക്ലാരിറ്റി വരാൻ വേണ്ടിയിട്ട് നമ്മൾ എഴുതി കഴിഞ്ഞാൽ അത് 20 മിനിമം 20 എണ്ണം എഴുതുമ്പോൾ അതിൽ ഏറ്റവും മെച്ചപ്പെട്ട ഒരു സൊല്യൂഷൻ നമുക്ക് എടുത്ത ഒരു ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ അത് ഏറ്റവും വേഗതയിൽ തന്നെ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അത് സക്സസ് തന്നെ ആവും എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പൊ ഇത്തരം നല്ലൊരു ടെക്നിക്സ് നമുക്ക് പറഞ്ഞു തരുന്നതിന് വളരെയധികം നന്ദിയുണ്ട്. ഒരുപാട് സന്ദർഭങ്ങളിൽ തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടുന്നുള്ളത് സംശയം ഇല്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ ഇത്തരം ഈ ടെക്നിക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൂടുതൽ കരുത്തരാകാൻ ചെയ്യുക. വീണ്ടും വീണ്ടും പല അവസരങ്ങളിലും അത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു നമുക്ക് തന്നെ ഒരു ഉത്തേജനമായിട്ടാണ് വരുന്നത്. ഏതായാലും വളരെ മനോഹരമായിട്ട് തന്നെയാണ് എപ്പോഴും ഉള്ള പോലെ തന്നെ മാം പ്രസന്റ് ചെയ്യുന്നത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മണി സാർ. മണി സാർ പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഞാനതിൽ ഊന്നൽ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ മണി സാർ പറഞ്ഞത് ഇങ്ങനെയാണ്: ഇത്തരത്തിൽ നമ്മൾ 20 പ്രാവശ്യം അല്ലെങ്കിൽ 20 സൊല്യൂഷൻസ് എഴുതുമ്പോൾ നമ്മൾ ആവശ്യമുള്ള ഗോളിലേക്ക് അല്ലെങ്കിൽ പ്രോബ്ലത്തിലേക്ക് കൃത്യമായിട്ടൊരു ക്ലാരിറ്റിയോട് കൂടിയിട്ട് നമുക്ക് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തണം. അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമുക്കൊക്കെ ഒരു പ്രശ്നം വരുമ്പോൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് നമ്മൾ സ്റ്റക്കായി നിൽക്കുമ്പോൾ ഈ ഒരു ടെക്നിക്കിലൂടെ അതിന് നല്ലൊരു ക്ലാരിറ്റിയോട് കൂടി നമുക്ക് കണ്ടെത്താൻ പറ്റും. പിന്നെ ഇത് രണ്ടാമത് മണിസാർ പറഞ്ഞ കാര്യം, ഇത് നമ്മളെ കൂടുതൽ ശക്തരാക്കും. ഇത് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇറ്റ് ഈസ് എ പവർഫുൾ ക്രിയേറ്റീവ് തിങ്കിങ് എക്സസൈസ്. വളരെയധികം പവർഫുൾ ടൂളാണ്. നമുക്ക് എല്ലാവർക്കും അതെ ഒരുമിച്ചൊന്ന് ശ്രമിച്ചു നോക്കാം. ഞാനും ഇതിന് പിന്നാലെ തന്നെയാണ്. നമ്മുടെ മൈൻഡ് കുറച്ചും കൂടി ഷാർപ്പൻ ആവും. ക്രിയേറ്റീവ് തിങ്കിങ് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. താങ്ക് യു സോ മച്ച് മണിസർ. താങ്ക് യു. ഓക്കെ, താങ്ക് യു മണി സർ. അപ്പോൾ ഇനി ഓൾമോസ്റ്റ് എല്ലാവരും ഫീഡ്ബാക്ക് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു ഓൾ. നമുക്ക് സെഷൻ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രവീണ മാം പറഞ്ഞ പോലെ ഇന്നിപ്പം ഈ ഒരു സെഷനിൽ ഷെയർ ചെയ്ത ട്രിക്ക് ഒരു കാര്യം കൂടി പറയട്ടെ. സിന്ധു മാം പറഞ്ഞു. മാമിനോട് ചോദിക്കട്ടെ. എനിക്ക് ഇന്നലെ ചെറിയൊരു മനപ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യം ഉണ്ടായി. അതിനൊരു സൊല്യൂഷൻ മാം പറഞ്ഞു തരാൻ വേണ്ടിട്ട് പറയാട്ടാ. ഇന്നലെ അംഗൻവാടിയിൽ നിന്ന് പിന്നെ ഞങ്ങൾ 29 സെന്റർ ഉള്ള അംഗൻവാടി, ഒരു സെക്ടറിൽ 29 ആള്.
അപ്പോ ഒരു ടീച്ചർ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, അപ്പൊ ഓരോ 29 ആളേനെയും ഓരോ ക്ലസ്റ്റർ ബേസ് ആയിട്ട് അടിസ്ഥാനപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഒരു ക്ലസ്റ്ററിൽ 5 ആള്. അപ്പൊ ഞങ്ങളെ ക്ലസ്റ്ററിലും 5 ആളുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞത്, അവള് വോയിസ് ഇട്ടത് ഈ റിപ്പോർട്ട് ഒന്ന് നമ്മളെ ക്ലസ്റ്ററിന്റെ ഒന്ന് എഴുതി കൊടുക്കുക എന്നാണ് ഞാൻ കേട്ടത്, എന്നെ വിളിച്ചു പറഞ്ഞപ്പോ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, നമ്മളെ ക്ലസ്റ്ററിന്റെ മാത്രം റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് കൊടുത്തു. പക്ഷെ 29 ആളുടെ റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് കൊടുക്കാനാണ് പറഞ്ഞിട്ടാ. പക്ഷെ ഞാനത് കേട്ടില്ല. പിന്നീട് വിളിച്ച് എന്നോട് പറഞ്ഞപ്പോ ഞാൻ പെട്ടെന്ന് എന്താവും എനിക്ക് എന്താ എനിക്ക് ഉണ്ടായെന്ന് എനിക്ക് അറിയില്ല. പെട്ടെന്ന് ഞാൻ ചൂടായിട്ട് ഞാൻ പറഞ്ഞു, അങ്ങനെ ചൂടാവാറില്ല. പക്ഷെ ചൂടായിട്ട് പറഞ്ഞു എനിക്ക് പറ്റില്ല. കാരണം ഇപ്പൊ ഷുഗർ കുറച്ച് കൂടുതലാണ്, ഒരു 300 സംതിങ് ഒക്കെ ആയിക്കിന്. അപ്പൊ അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടും എനിക്കുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല, എനിക്ക് കണ്ണിനാണെങ്കിൽ കുറച്ചൊരു മങ്ങലും വരിക. അപ്പൊ എനിക്ക് പറ്റില്ല എഴുതി കൊടുക്കുക, വേറെ ആരെച്ചാ ഏൽപ്പിച്ചോന്ന് പറഞ്ഞു. അപ്പൊ അവള് അത് പറയലും ഫോൺ വെക്കലും കഴിഞ്ഞിട്ടാ. അപ്പൊ ഞാൻ സൂപ്പർവൈസർ വിളിച്ചിട്ട് പറഞ്ഞു, സാറ് തിരക്കൂട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, സാറ് എനിക്ക് പറ്റില്ല കേട്ടോ ഇപ്പൊ എഴുതി തരാന്, എനിക്ക് കണ്ണ് തീരെ കൊണ്ട് ശരിയാവണില്ല, എനിക്ക് പറ്റണില്ല എന്ന് പറഞ്ഞു. അപ്പൊ സൂപ്പർവൈസറും അത് ടീച്ചർ എന്നോട് എന്തിനാ പറയണത്, ടീച്ചറോട് പറഞ്ഞ ആളോട് തന്നെ പറഞ്ഞിട്ട് അത് നിങ്ങളെല്ലാം തീരുമാനമാക്കണ്ട അങ്ങനെ എന്നെക്കൊണ്ട് സാറ് ചീത്ത പറഞ്ഞു. അപ്പൊ ഞാൻ സാറോട് ആയിക്കോട്ടെ സാറേ പറഞ്ഞിട്ട് ഞാൻ ഫോൺ വെച്ച്. അപ്പൊ അതിന്റെ തൊട്ട് മുന്നേ ഒരു അരുണിമ പദ്ധതി പറഞ്ഞൊരു സംഭവം ഉണ്ട്. അതിന് ഈ കുക്കിംഗ് പരിശീലനത്തിനായിട്ട് 2 ആളെ എടുത്തിണ്ടായിരുന്നു. അതിൽ ഒരാള് ഞാനാണ്, ഒരാള് വേറൊരു ടീച്ചറും. അപ്പൊ തന്നെ സാർ അതിൽ വോയിസ് ഇട്ട് വെച്ചിരിക്കുകയാണ്, സിന്ധു ടീച്ചർക്ക് കാഴ്ചക്കുറവുള്ളത് കാരണം കൊണ്ട് സിന്ധു ടീച്ചറെ പോവാൻ പറ്റില്ല, വേറൊരു ടീച്ചറെ നോക്കിക്കോളൂന്ന്. പക്ഷെ ഞാനത് എടുത്തടിച്ച് മറുപടി പറഞ്ഞതും തെറ്റായോ എനിക്ക് എന്താന്ന് എനിക്ക് അറിയണില്ല. എന്നിട്ട് ഞാൻ പിന്നെ സാറിനെ വിളിച്ച് കുറെ സോറി പറഞ്ഞു. സാർ എന്റെ അടുത്ത് വന്നൊരു അബദ്ധമാണ്, പെട്ടെന്ന് എടുത്തു ചാടി ഞാൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോ സാർ എന്നോട് എന്തൊരു കാര്യം പറഞ്ഞാലും ഞാനത് ആ സമയം വേണ്ട, ചെയ്യില്ല, പറയില്ല, ഞാൻ ചെയ്തു തരും. പക്ഷെ ആ ടീച്ചർമാർക്ക് എന്തേ തോന്നി, ഇനി സാറിന് എന്താ തോന്നിയത്, ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? ഇന്നലെ രാത്രിയൊക്കെ ഇതന്നെ ആലോചിച്ച് എനിക്ക് ഭയങ്കര ടെൻഷനായി. ഞാൻ എന്താണെന്ന് എനിക്ക് തന്നെ പറയാൻ കിട്ടില്ല മേഡം, എന്താ ഉണ്ടായെന്ന് എനിക്കറിയില്ല. ഞാൻ ഇങ്ങനെ ചൂടാവാത്ത ഒരാളാ. പക്ഷെ ഇന്നലെ എന്തോ എന്റെ ജീവിതത്തിൽ ഇന്നലെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതിന് ഞാൻ എന്താണ് ഇനി സൂപ്പർവൈസറോടും ടീച്ചർമാരോടൊക്കെ പറയുക, എനിക്ക് ഒരു ഇതും കിട്ടണില്ല. ഓക്കെ സിന്ധു മാം, താങ്ക് യു. അപ്പൊ സിന്ധു മാം പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ദേഷ്യപ്പെടാറുള്ള ഇതാണ് നമ്മുടെ ജീവിതത്തിലൊക്കെ വരുന്ന ചില സമയത്ത് സിറ്റുവേഷൻ. നമ്മൾ സാധാരണ അങ്ങനെയല്ല എന്ന് നമ്മൾ പറയുമെങ്കിലും നമ്മുടെ ഉള്ളിൽ അങ്ങനെയൊക്കെ നമ്മളുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. ഓക്കെ, അപ്പൊ ഇനി ഇപ്പോഴും ഞാൻ പറഞ്ഞിട്ട് ഞാൻ എന്താ അവരോട് പറയും, ഒന്ന് എഴുതി നോക്കൂ, നമുക്ക് നോക്കാലോ. അപ്പൊ നമ്മുടെ ഒരു പക്ഷേ സിന്ധു മാമിന് ഈ സമയത്ത് ഇങ്ങനെ ഒരു അറിവ് കിട്ടിയത് ചിലപ്പോൾ അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പരിഹരിക്കാനുള്ള ഒരു അവസരത്തിലേക്കായിരിക്കും. അപ്പൊ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. അപ്പൊ ഞാൻ ഇനി എങ്ങനെയാണ് അവരെ കണ്ടാൽ ഞാൻ എന്താണ് അവരോട് പറയാ. അപ്പൊ അതാണ് എന്റെ മനസ്സിൽ ഇപ്പോഴത്തെ ടെൻഷൻ. കാരണം കേൾക്കുമ്പോഴേക്കും ഇതിപ്പോ എന്താ അപ്പൊ അവരോട് കാര്യം എന്ന് നമ്മൾ തോന്നും, പക്ഷെ ആ വ്യക്തിക്ക് മനസ്സിലൂടെ കടന്നു പോകുന്ന അവസ്ഥ പലതായിരിക്കും. അപ്പൊ ഞാൻ ഇവരെ കാണുമ്പോൾ എങ്ങനെ പരിഹരിക്കും, എങ്ങനെ ഞാൻ അവരെ കാണുമ്പോൾ അത് എക്സ്പ്രസ് ചെയ്യും, എന്ന് പറഞ്ഞ് നമ്മൾ എങ്ങനെ എന്ന് പറഞ്ഞാൽ മിനിമം 20 എഴുതുമ്പോൾ എഴുതി വരുമ്പോഴേക്കും ചിലപ്പോൾ അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ അതിലൊരു മിറാക്കിൾ നമുക്ക് ഫീൽ ചെയ്യാനുള്ള ഒരു അവസരമായിരിക്കും ചിലപ്പോൾ തന്നിരിക്കും. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. എന്തായാലും അവസരം യൂസ് ചെയ്യുക. കാരണം ചെയ്ത് നോക്കട്ടെ. ഈ സമയത്ത് കിട്ടിയത് നമ്മുടെ അതിന് വേണ്ടിയിട്ടായിരിക്കും. ഓരോന്നും വരാൻ അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന് പറയുന്നത് പോലെ ഇതാണ് അതിന്റെ സമയം. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. ഞാൻ എന്തായാലും ഇന്ന് തന്നെ ചെയ്ത് നോക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പം ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും ഇന്ന് മുതൽ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കുക, ഈ ഒരു ട്രിക്ക്. സോ നമുക്ക് നമ്മുടെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. നല്ലൊരു രീതിയിൽ നല്ലൊരു സെഷൻ തന്നെ എടുത്ത പ്രവീണ മാമിനും അതുപോലെ തന്നെ ഇതിൽ പങ്കെടുത്ത എല്ലാ മെമ്പേഴ്സിനും താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. ബൈ. താങ്ക് യു മാം. താങ്ക് യു ഓൾ. താങ്ക് യു. ബൈ.